മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത്. തഴവ മണ്ഡലത്തിൽപ്പെട്ട 50ഓളം ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകർക്ക് കാരുണ്യ പെൻഷൻ വിതരണവും നടത്തി. ചാണ്ടി ഉമ്മൻ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം കണ്ടുപിടിക്കണം. നമ്മുടെ പല സ്ഥലങ്ങളിലും മണ്ഡല ഓഫീസ് ഇല്ല എന്ന് മാത്രമല്ല, ഡിസ്ട്രിക്ട് ഓഫീസ് പോലും ചിലപ്പോൾ ഇല്ലാത്ത ജില്ലകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സംഘടന വളരെ ശക്തപ്പെട്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകം MLA അഭിനന്ദിക്കുകയാണ്. MLA പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്, ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവ്. തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ നയിക്കുവാൻ യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ നേതാവ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തി ഞാൻ വളരെയധികം ദൂരെ നിന്നും അടുത്ത് നിന്നൊക്കെ വീക്ഷിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയാനുള്ളത് പറയും. അതിപ്പോ ആരാണെങ്കിലും പറഞ്ഞിരിക്കും. അതിനകത്ത് കൃത്യമല്ലേ, സംശയമല്ലോ ഉണ്ടോ? അങ്ങനെ ഒരു നമുക്ക് അങ്ങനെയുള്ളവരെ വേണ്ടത്. അല്ലാതെ നമ്മുടെ ഒന്ന് പറയുക രണ്ട് പ്രവർത്തിക്കുക വേണ്ട. നമുക്ക് നടക്കാത്ത കാര്യം നടക്കത്തില്ല എന്ന് പറയണം, നടക്കുന്ന കാര്യം നടക്കുമെന്ന് പറയണം. അങ്ങനെ മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു അധ്യക്ഷത വഹിച്ചു. കാരുണ്യ പെൻഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. നമസ്കാരം. എല്ലാവരെയും ഈ മഹനീയമായ ചടങ്ങിന് സ്വാഗതം ചെയ്യുകയാണ്. നാളെ ലോകം മുഴുവനും മലയാളികൾ എവിടെയുണ്ടോ അവിടെയുള്ള എല്ലാവരും നിറകണ്ണുകളോടെ അതിവൈകാരികമായി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഓർക്കുകയാണ്. ഇനി കാലം എത്ര കഴിഞ്ഞാലും ശരി, നമ്മളൊക്കെ മറവിയിലാണ്ട് പോയാലും ശരി, ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് നിറകണ്ണുകളോടെ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ആളുകളെ സ്നേഹിച്ച് കടന്നുപോയ ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മകനും പെൺമക്കളും ഞാനും നിങ്ങളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന പേരിൽ കേരളത്തിലെമ്പാടും ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വരുന്നത് തുടിയൂരിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കുറേയേറെ സൈക്കിളുകൾ വിതരണം ചെയ്തിട്ടാണ്. അങ്ങനെ കേരളത്തിലാകുമാണ്. ഇപ്പോൾ ചാണ്ടി തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഏതാണ്ട് 100ഓളം വീടുകളുടെ പണി കുറെ പൂർത്തീകരിച്ചു. മണ്ഡലത്തിലെ മുതിർന്ന നേതാക്കന്മാരായ അഡ്വക്കേറ്റ് MA ആസാദ്, രമാ ഗോപാലകൃഷ്ണൻ, KP രാജൻ, S സദാശിവൻ എന്നിവരെ ആദരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നജീം മണ്ണേൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, A റഷീദ്, ബിജു പാഞ്ചജന്യം, റാഷിദ് വാലയിൽ, കേശവ് പിള്ള, VT അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി, കൈപ്പിളയത്ത് ഗോപാലകൃഷ്ണൻ, പ്രതീഷ്, ഗോപകുമാർ ആനമന, ഗോപാലകൃഷ്ണൻ കുന്നുതറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.